എന്ന് പറയാൻ പറ്റില്ല. ഒരു സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി എന്ന് പറയുമ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടായില്ല എന്നാണല്ലോ വരിക. യഥാർത്ഥത്തിൽ സമാധാന സംഭാഷണം നടന്നതിന് ശേഷം നല്ല ഫലം അതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. അത് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവെ ബന്ധപ്പെട്ടവർ പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്നാലും ചില സംഭവങ്ങൾ അതിൻ്റെ തുടർച്ചയായും ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ, മറ്റു തരത്തിലേക്ക് വളരാതിരിക്കാൻ ആവശ്യമായ കരുതലും ജാഗ്രതയും ബന്ധപ്പെട്ടവരെല്ലാം കാണിച്ചിരുന്നു. ഇന്നലെ ഉണ്ടായത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. അത് നാം നടത്തിവരുന്ന ശ്രമങ്ങൾക്ക് അനുകൂലമായ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് പൊതുവെ കാണേണ്ടത്. അത് സമാധാന ശ്രമങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമായൊരു കാര്യമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം ആ ഒരു ജാഗ്രത പാലിക്കുകയും നേരത്തെയുള്ള സ്പിരിറ്റോടു കൂടി തന്നെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും വേണം. അതേസമയം ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രതികളായിട്ടുള്ളവരെ ഫലപ്രദമായി തന്നെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പോലീസ് ഇപ്പോൾ ആ വഴിക്ക് ജാഗ്രതയോടെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അല്ല, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ അതൊക്കെ തീരുമാനിക്കുന്നത്. ഇതിപ്പം നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. രാഷ്ട്രീയ കൊലപാതകമായി തന്നെയാണ്